പൈത്തൺ ചെയ്ത് പഠിക്കാനാണെങ്കിൽ വളരെയധികം മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. പൈത്തൺ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെയധികം പ്രൊവൈഡർമാർ വളരെയധികം ഡിസ്ട്രിബ്യൂഷൻസ് പല പല ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഉള്ള ഡിസ്ട്രിബ്യൂഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അനാക്കോണ്ട എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മെഷീൻ ലേണിംഗ് പോലുള്ള അഥവാ ഡാറ്റ സയൻസ് ട്രാക്കിൽ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും കൂടെ ബണ്ടിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അതുപോലെ നിങ്ങൾക്ക് പല ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരു സീരിയസ് ഡെവലപ്പറാണ് എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ടൂള് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കുന്നത് തന്നെയാണ് ഉചിതം. ഇപ്പോൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പൈത്തൺ ഷെല്ല് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. python.org എന്ന് പറയുന്ന പൈത്തൻ്റെ ഹോം പേജിൽ തന്നെ ഒരു ഷെൽ അവൈലബിൾ ആയിട്ടുണ്ട്. പഠിക്കാൻ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള പൈത്തൺ ഷെല്ലുകളും ടെർമിനലുകളും ഈ IDEകളും എഡിറ്ററുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും. പഠിക്കാൻ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഉപയോഗിക്കാം. അടുത്ത കുറച്ചുകൂടി സീരിയസ് ലേണിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിനക്സിലോ വിൻഡോസിലോ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ മറ്റോ ഒരു ടൂൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ആദ്യമായി നമ്മൾക്ക് വിൻഡോസിൽ എങ്ങനെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. വിൻഡോസ് 10 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഞാനിപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ ഫയർഫോക്സോ ക്രോമോ, ഞാൻ ക്രോം എടുക്കും. ഗൂഗിളിൽ പൈത്തൺ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അതിൽ python.orgയുടെ ഹോം പേജ് വരുന്നുണ്ടാകും. /downloads ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു അഡ്വാൻസ്ഡ് യൂസർ ഒന്നുമല്ലെങ്കിൽ ഈ ഹോം പേജിൽ നടുക്ക് കാണുന്ന ഡൗൺലോഡ് പൈത്തൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 3.8.5 ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ വെർഷൻ നമ്പർ വ്യത്യാസം ഉണ്ടാകാം. ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്ന ഇൻസ്റ്റാൾ നൗ ബട്ടൻ്റെ അടിയിൽ നിങ്ങൾ ഈ പൈത്തൺ എവിടെയാണ് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടാവും. ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഈ പാത്ത് വേണ്ട, നിങ്ങൾക്ക് വേറൊരു നിങ്ങളുടെ സൗകര്യത്തിനുള്ള ഒരു പാത്ത് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ് ഇൻസ്റ്റലേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. വളരെയധികം സമയമൊന്നും എടുത്തിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നിങ്ങൾ സ്റ്റാർട്ട് ബട്ടണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. പൈത്തൺ 3.8. അതിനകത്ത് 4 ലിങ്കുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ IDLE, അതോടൊപ്പം പൈത്തൺ 3.8 32-bit. ഇത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ടെർമിനൽ, നമ്മുടെ കമാൻഡ് വിൻഡോ. പൈത്തൺ ഇൻസ്റ്റലേഷൻ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു പൈത്തൺ കമാൻഡ് ഒന്ന് അടിച്ചു നോക്കുക. ഓക്കെ ചെയ്തു. ഇനി
മറ്റൊരു ടെർമിനൽ കൂടി നമുക്കുണ്ട്, ഒരു വിൻഡോസ് ബേസ്ഡ് ടെർമിനൽ, അതും കൂടെ പരിചയപ്പെടാം. IDLE എന്ന് പറയും. IDLE എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എൻവയൺമെൻ്റ് ആണ്. ആ കറുത്ത ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷെല്ലിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയും ചെയ്യാവുന്നതാണ്. ഈ ഒരു എൻവയൺമെൻറ്റ്, ഈ ഒരു ഷെല്ല് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ഇവിടെ എഴുതാം. ഷെല്ലിൽ നിങ്ങൾ കമാൻഡ്സ് മാത്രമാണ് കൊടുക്കുന്നത്. ഓരോ കമാൻഡ്സും അപ്പോൾ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. പക്ഷേ IDLEയിൽ നിങ്ങൾക്ക് ശരിക്കുള്ള പ്രോഗ്രാംസ് തന്നെ എഴുതാം. ന്യൂ ഫയൽ എടുക്കുക, ഞാനിവിടെ ഒരു പ്രോഗ്രാം എഴുതുന്നു. ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു നമ്പറിൻ്റെ സമ്മ് കൂടെ പ്രിൻ്റ് ചെയ്യിക്കാം. നമുക്ക് ഒരു 100 + 340. ഓക്കെ, ഇനി സേവ് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഫയൽ നെയിം കൊടുക്കുക. സേവ് ആയിട്ടുണ്ടാകും. test.py ഇവിടെ വന്നിട്ടുണ്ട്. ഇനി റൺ എന്ന് പറയുന്ന മെനുവിനകത്ത് റൺ മോഡ്യൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. ഇനി ലിനക്സിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ, ഏതാണ്ട് എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനുകളിലും പൈത്തൺ ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതിയാകും, നിങ്ങൾക്ക് ടെർമിനൽ കിട്ടും. ഇനി അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദയവായി ഗൂഗിളോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പ് തേടുക. കാരണം ഓരോ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത്തരം അപ്ഗ്രേഡുകളും മറ്റുമൊക്കെ ചെയ്യേണ്ടി വരിക. അടുത്തത് നിങ്ങൾക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം, അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പൈത്തൺ പഠിക്കുന്നവർക്ക് കയ്യിൽ ഒരു ലാപ്ടോപ്പ് കിട്ടാൻ പാടുണ്ട്, അല്ലെങ്കിൽ സമയക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പൈത്തണിൻ്റെ ഒരു എമുലേറ്റർ ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങളൊരു സീരിയസ് പൈത്തൺ ഡെവലപ്പർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട്, എൻ്റെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണാണുള്ളത്, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് പൈത്തൺ ടെർമിനൽസ് എന്ന് അടിച്ചു കൊടുത്താൽ വളരെയധികം ആപ്സ് നിങ്ങൾക്ക് കിട്ടും. പൈത്തൺ നിങ്ങൾക്ക് ഇതിലെ ഏത് ആപ്പ് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ QPython എന്ന് പറയുന്ന ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. ആദ്യമായിട്ട് എടുക്കുമ്പോൾ നിങ്ങളടുത്ത് ഫയൽ സിസ്റ്റം ആക്സസ് വേണോ എന്ന് ചോദിക്കും. അലോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതി സേവ് ചെയ്യാൻ കഴിയില്ല. അടുത്ത വെർഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. ഞാൻ പൈത്തൺ 3 സെലക്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ്. ഇതാണ് അതിൻ്റെ ഡാഷ്ബോർഡ്. ആദ്യമായി നമ്മൾക്ക് ടെർമിനൽ ട്രൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈത്തൺ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഐ വിൽ ടൈപ്പ് പ്രിന്റ് ഹലോ വേൾഡ്. എൻ്റർ ചെയ്യുമ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇനി 2 നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 45 + 7. ഓക്കെ, നമുക്കിനി അടുത്തതൊരു പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ എഡിറ്റർ എന്ന
ഐക്കൺ കണ്ടിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എഡിറ്റർ. ഞാനൊരു കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ മറ്റൊരു കമാൻഡ് കൂടെ ടൈപ്പ് ചെയ്യുന്നു. പ്രിന്റ് 2 നമ്പേഴ്സ്. ഓക്കെ, sum of 2 numbers. ഇനി നമ്മൾക്ക് ഇതിനെ സേവ് ചെയ്യാം. ഒരു ഡെസ്കിൻ്റെ ബട്ടൺ ഇടത് ഭാഗത്ത് നിന്ന് 4-മതായി നിങ്ങൾക്ക് കാണാം. ഒരു 5-മത് പ്ലേ ബട്ടൺ ആണ്, അഥവാ റൺ എക്സിക്യൂട്ട് ബട്ടൺ. അതിൽ 4-മത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഞാൻ ഒരു test.py എന്ന് പേര് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി ആ പ്ലേ ബട്ടൺ അമർത്തിയാൽ ഇത് റൺ ചെയ്ത് കാണിച്ചു തരും. കണ്ടല്ലോ, ഹലോ വേൾഡ് 68 എന്ന് ആൻസറും പ്രിന്റ് ചെയ്തിട്ടുണ്ട്.